ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളുടെ സെക്കൻഡ് എപ്പിസോഡായ ഇൻ്റർമീഡിയറ്റ് ഫ്ലെക്സ് ഡിസൈനിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫ്ലെക്സ് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനലിലെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സെക്കൻഡ് എപ്പിസോഡ് കാണുക. കാരണം ഇതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു എപ്പിസോഡാണ് കാണുന്നതെങ്കിൽ കുറേ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതിന് ശേഷം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ സെക്കൻഡ് എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം. സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലീഡ് സെറ്റിംഗ്, അതായത് നമ്മുടെ ക്യാൻവാസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഈ ട്യൂട്ടോറിയൽ പഠിക്കാൻ പോകുന്നത് ബ്ലീഡ് സെറ്റിംഗ്, അതേപോലെ ലെയർ ഗ്രൂപ്പിംഗ്, ഇമേജ് ബാക്ക്ഗ്രൗണ്ട് കട്ടിംഗ്, അതേപോലെ ഗ്രേഡിയൻ ലെയർ, ബ്ലെൻഡിങ് ഓപ്ഷൻസ്, ടെക്സ്റ്റ് അലൈൻമെന്റ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. നമ്മളുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആദ്യം തന്നെ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡ് 1 നമ്മൾ ക്യാൻവാസ് സെറ്റ് ചെയ്യാൻ പഠിച്ചതാണ്. അതായത് ക്യാൻവാസ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ കളർ മോഡ് നമ്മൾ കൊടുക്കുന്നത് CMYK മോഡാണ് കൊടുക്കുന്നത്, RGB മോഡലാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടിട്ടാണ് നമ്മൾ CMYK മോഡ് ഈ ബാനർ അതേപോലെ ഈ ഒരു ഫ്ലെക്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ CMYK എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 കളേഴ്സാണ്: സിയാൻ, മജന്ത, യെല്ലോ, പിന്നെ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ഒരു പ്രിൻറ്റിങ് യൂണിറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ 4 കളേഴ്സ് വെച്ചിട്ടാണ് അവർ ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഈ CMYK ഈ ഒരു മോഡ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു കളർ ക്വാളിറ്റി കറക്റ്റായിട്ട് ഫ്ലെക്സ് പ്രിൻറ്റ് ചെയ്യാൻ കിട്ടുള്ളൂ. RGB കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ RGB മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഡിജിറ്റലായിട്ടുള്ള പോസ്റ്റേഴ്സും അതേപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കാണ് RGB കളർ മോഡ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മളുടെ LCD സ്ക്രീനും മൊബൈൽ ഡിസ്പ്ലേ എല്ലാം വർക്ക് ചെയ്യുന്നത് RGB ഫോർമാറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളത് ഡിജിറ്റൽ പർപ്പസിനാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ RGB മോഡിലും, അതേപോലെ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ CMYK മോഡിലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. ഗൈസ്, നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. നമുക്ക് ഫ്ലെക്സ് ഡിസൈനിങ്ങിൻ്റെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ആർട്ട് ബോർഡാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഫ്ലെക്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് 8 feet ആണ് വിഡ്ത്ത്, അതേപോലെ 3 feet ആണ് ഹൈറ്റ്. അപ്പോൾ ഇത് നമ്മളുടെ ഈ ഇഞ്ചസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ 12 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 8 feet എത്ര ഇഞ്ചസ് ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് 8 × 12. അപ്പോൾ നമുക്ക് വിഡ്ത്ത് വേണ്ടത് 96 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വേണ്ടത്. ഹൈറ്റ് നമുക്ക് വേണ്ടത് 3 feet ആണ് ഹൈറ്റ് വേണ്ടത്. അപ്പോൾ 3 × 12 ഇഞ്ചസ്, അപ്പോൾ 36. അപ്പോൾ നമ്മൾക്ക് ഫോട്ടോഷോപ്പിൽ ആർട്ട് ബോർഡ് സെറ്റ് ചെയ്യേണ്ടത് വിഡ്ത്ത് 96 ഇഞ്ചസും അതേപോലെ ഹൈറ്റ് 36 ഇഞ്ചസുമാണ്. ഇപ്പോൾ നമ്മളുടെ സൈസ് കിട്ടിക്കഴിഞ്ഞ് ഇനി ചെയ്യേണ്ടത് ആർട്ട് ബോർഡ് അല്ലെങ്കിൽ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവുക, എന്നിട്ട് ന്യൂ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്കതല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ആർട്ട് ബോർഡിൻ്റെ ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് Ctrl N എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റിന് നമ്മളുടെ ഇവിടെയുള്ള മെഷർമെൻറ്റ് മാറ്റിയിട്ട് ഇഞ്ചസിലേക്ക് ആക്കുക. അതിനുശേഷം വിഡ്ത്ത് 96 ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ ഹൈറ്റ് നമുക്ക് വേണ്ടത് 36 ആണ്. റെസൊല്യൂഷൻ 72 കൊടുത്താൽ മതി തൽക്കാലം. നമുക്ക് ഹൈ ക്വാളിറ്റി പ്രിന്റിന് മാത്രം നമുക്ക് മേളിലോട്ടുള്ള റെസൊല്യൂഷൻ കൂട്ടിയാൽ മതി. ഇപ്പം നമ്മൾ ഇപ്പോൾ പഠിക്കാൻ വേണ്ടി ചെയ്യുന്നതിന് തൽക്കാലത്തേക്ക് 72 കൊടുത്താൽ മതി റെസൊല്യൂഷൻ. അതേപോലെ കളർ മോഡ് നമ്മൾക്ക് ഈ ബാനർ പ്രിന്റിങ്ങിന് വേണ്ടി ആയതുകൊണ്ടിട്ട് കളർ മോഡ് CMYK കളറാണോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ സൈസ് ഇപ്പോൾ എല്ലാവരും നമ്മൾ നോക്കിയ പോലെ തന്നെ 96/36 ആണ് സൈസ് വരുന്നത്. പക്ഷെ നമ്മൾക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു ബ്ലീഡിങ് സെറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ബ്ലീഡിങ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിഡ്ത്തിൽ നിന്നിട്ടും ഹൈറ്റിൽ നിന്നും ഒരു 2 ഇഞ്ചസ് കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 96 വരെ 94 ആക്കാം. അതുപോലെ ഹൈറ്റ് 36 വരെ 34 ആക്കാം. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ക്യാൻവാസ് വന്നിട്ടുണ്ട്.
ഇനി നമ്മളുടെ ഫയൽ സേവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഫയലിൽ പോയിട്ട് സേവ് ആസ് എന്നുള്ള കമാൻഡിൽ പോവുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ എസ് എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. എന്നിട്ട് നമ്മളൊരു പ്രൊജക്റ്റിന്റെ ഫോൾഡറിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നത്. പ്രൊജക്ട് ഫോൾഡറിന്റെ ഉള്ളിൽ റോ ഫയൽസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ഫ്ലെക്സിന്റെ പേര് കൊടുക്കാം. നമുക്ക് അതിന്റെ പേര് കൊടുക്കാം ഓണം ഓഫർ ഫ്ലെക്സ് ബാനർ 8x3 ഫീറ്റ്. എന്നിട്ട് ഫയൽ ടൈപ്പ് ഫോട്ടോഷോപ്പ് PSD ആണെന്ന് ഉറപ്പ് വെച്ചിട്ട് സേവ് ചെയ്യുക. ഇത് നമ്മൾക്ക് ഇതിൽ ബ്ലീഡ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ബ്ലീഡ് എന്തിനാണെന്ന് നോക്കാം. നമ്മൾ സാധാരണയായിട്ട് ഒരു ഫ്ലെക്സ് പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രിന്റിന് ശേഷം അതിന്റെ മുകളിലത്തെ ഭാഗം ബാക്കിയുള്ള ഫ്ലെക്സിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലീഡിന്റെ ഔട്ട്സൈഡ് ആണ് നമ്മളുടെ ടെക്സ്റ്റും അതേപോലെ എന്തെങ്കിലും ഇമേജസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കട്ട് ചെയ്യുന്നതിന്റെ സമയത്ത് ആ ഒരു ഭാഗം കൂടി കട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഫ്ലെക്സ് ചിലപ്പോൾ ഒരു ഹോർഡിങ്ങിലേക്ക് മടക്കി പിൻ ചെയ്യുന്ന വിധത്തിലുള്ള ഫ്ലെക്സ് ആയിരിക്കും. നമ്മളുടെ ഈ ഒരു ബാനർ ചെയ്യുന്നത് ചിലപ്പോൾ ഹോർഡിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബ്ലീഡിന് പുറത്തേക്ക് വരുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ രണ്ട് വശങ്ങളിലേക്ക് മടക്കി പിൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു പിൻ ചെയ്ത് പോകുന്ന ഭാഗങ്ങൾ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എലമെന്റ്സ് ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു വശങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മളൊരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഈ ഫ്ലെക്സിനായിക്കോട്ടെ അല്ലെങ്കിൽ പോസ്റ്ററിനായിക്കോട്ടെ എപ്പോഴും ഒരു ബ്ലീഡ് മാർജിൻ സെറ്റിന് ശേഷം ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബ്ലീഡ് മാർജിൻ സെറ്റ് ചെയ്യണം നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മളുടെ ഫോട്ടോഷോപ്പിന്റെ ക്യാൻവാസിൽ ഇതേപോലെ റൂളേഴ്സ് ഉണ്ടാവും. ഇനി റൂളേഴ്സ് ഇല്ലെങ്കിൽ വ്യൂവിൽ പോയിട്ട് റൂളേഴ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ഈ റൂളേഴ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് വലിക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ലൈൻ വരുന്നത് കാണാം. ഓക്കെ, അത് നമ്മളുടെ ഏറ്റവും ലെഫ്റ്റ് ഫോർമോസ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ രണ്ടാമത് ഇവിടെ നിന്ന് ഒരു ബ്ലീഡ് എടുത്തതിന് ശേഷം നമ്മളുടെ റൈറ്റ് എൻഡിലായിട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾക്ക് ഈ ഒരു ക്യാൻവാസിന്റെ മേളിലും താഴത്തും കൂടി ബ്ലീഡിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതേപോലെ മേളിൽ നിന്ന് താഴേക്ക് ഒരു മാർജിൻ കൊടുക്കുക. അതിനുശേഷം മേളിലും മാർജിൻ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ക്യാൻവാസിന്റെ 4 വശങ്ങളിലും ഇതേപോലെ ബ്ലീഡ് മാർജിൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളുടെ ബാനറിന്റെ സൈസ് എന്ന് പറഞ്ഞത് 96/36 ഇഞ്ചസ് ആണ്. അപ്പൊ നമ്മളുടെ ബാനറിന്റെ സൈസ് നോക്കുമ്പോഴത്തേക്കും കാണാം ഇവിടെ ഇപ്പൊ 94/34 ഇഞ്ചസ് ആണ്. അപ്പോൾ 2 ഇഞ്ചസ് വീതം നമ്മളുടെ ഈ ഒരു ബാനറിന് കുറവുണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ക്യാൻവാസ് അതിനൊരു സേഫ് ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മളുടെ ഈ ഒരു ക്യാൻവാസിൽ നിന്ന് ആക്ച്വൽ സൈസിൽ നിന്നിട്ട് 2 ഇഞ്ചസ് വീതം കുറച്ചത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമേജസിൽ പോവുക, ക്യാൻവാസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക, എന്നിട്ട് പിക്സൽസ് എന്നുള്ളത് മാറ്റി ഇഞ്ചസിലേക്ക് ആക്കുക. അതിനുശേഷം നമ്മളുടെ ആക്ച്വൽ ബാനർ സൈസ് 96 ആണ്. അതേപോലെ ഇതിന്റെ ഹൈറ്റ് വരുന്നത് 36 ആണ്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മളുടെ ഈ ഒരു മാർജിൻ അതിന്റെ പുറത്തേക്ക് കുറച്ച് ക്യാൻവാസ് ചാടി നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്തുള്ളൊരു പോർഷൻ നമ്മൾ സേഫ് ഏരിയ എന്ന് വെക്കുന്നത്. ഒരു കാരണവശാലും നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റോ അല്ലെങ്കിൽ ഇമേജസിന്റെ പാർട്സ് ഒരിക്കലും ഈ ഒരു ബ്ലീഡിന്റെ പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മാർജിൻ സെറ്റ് ചെയ്തേക്കുന്നത് ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ അറിയാതെ ഇനി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് മൗസ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ മാർജിൻ ഇവിടെ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ നാല് മാർജിൻ നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂവിൽ പോവുക, അതിൽ ലോക്ക് ഗൈഡ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ലോ ഗൈഡ്സ് ഉള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. നമ്മൾ തിരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ ലോ ഗൈഡ്സ് ആക്ടിവേഷൻ ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഏത് കാരണവശാലും നമ്മൾ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാർജിൻ ഒരിക്കലും മൂവ് ആവില്ല. ഇപ്പൊ മൂവ് ആവുന്നത് നമ്മൾ ഏത് ലെയറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ലെയറിലെ എലമെന്റ് മാത്രമായിരിക്കും മൂവ് ആവുന്നത്. ഓക്കെ, നമ്മളുടെ മാർജിൻ ഒരിക്കലും മൂവ് ആകത്തില്ല. ഇപ്പൊ നമ്മളുടെ ക്യാൻവാസ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ ടെക്സ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ടെക്സ്റ്റുള്ള ഒരു ബാനർ ഡിസൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമ്മൾ ടെക്സ്റ്റ് ആണ് അതിൽ സെറ്റ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ അതിൽ ഇമേജസോ ബാക്കിയുള്ള കളേഴ്സും ചെയ്യാൻ പോകുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ടെക്സ്റ്റ് അതിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ ലേഔട്ട് അനുസരിച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ കാണുന്നതിൽ
80% ടെക്സ്റ്റും മലയാളം ടെക്സ്റ്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇന്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടി പെൻസിൽ എന്നുള്ള ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ വന്നിട്ട് ശേഷം നമ്മൾ ഇവിടെ ഒരു ഗൂഗിൾ കീബോർഡ് ഉണ്ട്. ഈ ഒരു കീബോർഡ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഓണം എന്ന് വന്നിട്ട് ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്, സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് അവിടെ ടൈപ്പ് ചെയ്തത് അത് മലയാളത്തിൽ വരുന്നതാണ്. ഓണം ഓഫർ എന്നൊക്കെ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അത് അതേ രീതിയിൽ മലയാളത്തിൽ വരുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ അതേ രീതിയിൽ ഞാൻ ഫുൾ കണ്ടന്റ് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കൺവേർട്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ പോവുക. അതിനുശേഷം കോപ്പി ടു FML സീരീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഈ FML സീരീസിലേക്ക് നമ്മൾ ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മളുടെ ഇപ്പോൾ ഉള്ള ഫോണ്ട് FML ഫോണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഫോണ്ടെല്ലാം, ഈ കാണുന്ന ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തെല്ലാം FML ഫോർമാറ്റിലേക്ക് ആക്കുന്നത്. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഫോണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ FML ഫോണ്ടിലേക്ക് നമ്മളുടെ ഈ കുട്ടി പെൻസിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു ഫ്ലെക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ വരുന്ന ടെക്സ്റ്റിന്റെ ഭാഗം ഇതാണ്. ഈ ഓണക്കാലം വായനയുടെ ഉത്സവമാക്കാൻ എന്നുള്ള ഭാഗമാണ്. അപ്പം നമുക്ക് അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഇനി ഫോട്ടോഷോപ്പിൽ വരിക, ടൈപ്പ് ടൂൾ എടുക്കുക. നമ്മളുടെ ക്യാൻവാസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇപ്പൊ ഇതിന്റെ ഫോണ്ട് സൈസ് ഡിഫോൾട്ട് കിടക്കുന്നത് 16 പോയിന്റ്സ് ആണ്. ഞാൻ എന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളെപ്പോഴും ഒരു വലിയൊരു ക്യാൻവാസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ 100 പോയിന്റ്സിന് താഴെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. അപ്പം മിനിമം ഒരു 100 പോയിന്റ്സോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ളൊരു ഫോണ്ട് സൈസ് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു 150 ആണ് ഫോണ്ട് സൈസ് കൊടുക്കുന്നത്. അത് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ടെക്സ്റ്റ് Ctrl+V എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതേ രീതിയിൽ നമ്മളുടെ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഫോണ്ട് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ മലയാളം ഫോണ്ടിലേക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫോണ്ട് പാനലിൽ വരിക, ഇവിടെ വന്നിട്ട് FML ഇന്ദുലേഖ ബോൾഡ് എന്ന ഫോണ്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, നമ്മളുടെ ഫോണ്ട് ഇപ്പോൾ മലയാളത്തിലായിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ബാനറിന്റെ ആദ്യ ഭാഗം വരുന്നത് ഈ ഒരു കണ്ടന്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു കണ്ടന്റ് മാത്രം ആദ്യം കോപ്പി ചെയ്യാം. ഓക്കെ, ഇത് നമ്മൾ കോപ്പി ചെയ്തു. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി വേറൊരു ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക. നമുക്ക് ഈ കാണുന്ന കണ്ടന്റ് ഇപ്പൊ ആവശ്യമില്ല. അപ്പൊ ആ ഒരു കണ്ടന്റ് നമ്മളുടെ ഈ ഒരു ലെയർ പാനൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ ഒരു കണ്ടന്റ്. അപ്പൊ നമ്മൾ ആ ഒരു കണ്ടന്റ് ഇപ്പൊ തൽക്കാലത്തേക്ക് ഹൈഡ് ചെയ്തിടുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഈ ഫോണ്ട് നമ്മൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ടൂള് സെലക്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഷോർട്ട് കട്ട് T ആണ്. ജസ്റ്റ് കീബോർഡിൽ T ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു ടൂൾ സെലക്ട് ആവുന്നതാണ്. നമ്മളുടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. അത് നമുക്ക് ഫോണ്ട് സൈസ് ഒരു 200 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഫ്ലെക്സിൽ സെക്കൻഡ് ലൈൻ വരുന്നത് ഉത്സവമാക്കാൻ എന്നുള്ള സെക്കൻഡ് ലൈനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ നമ്മൾക്ക് ഉത്സവമാക്കാൻ എന്നുള്ള ഭാഗം സെക്കൻഡ് ലൈൻ കൊടുക്കാം. ഓക്കെ, സോ ഫോണ്ട് 150 തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഈ ഒരു ടാബ് എടുക്കുക. അതന്നെ Ctrl+T എന്ന ഷോർട്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ടാബ് ഓപ്പൺ ആണിരിക്കും. അതിനുശേഷം ഈ ഒരു ലീഡിങ് സ്പേസ് അത് ഓട്ടോ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്നിട്ട് ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഒരു ഡിസൈൻ അനുസരിച്ച് കുറച്ചും കൂടി മുകളിലേക്ക് ഈ ഒരു കണ്ടന്റിനെ പ്ലേസ് ചെയ്യാം. ഇനി അടുത്ത കണ്ടന്റ് നമ്മളുടെ ഫ്ലെക്സിലുള്ളത് ഈ ഒരു ഭാഗമാണ്, മഞ്ചാടി ബുക്സ് ഓണം ഓഫർ എന്നുള്ളത്. മാനുവലി ഫോട്ടോഷോപ്പ് ടൈപ്പ് ചെയ്യാം. വീണ്ടും ടൈപ്പ് ടൂൾ എടുക്കുക. എന്നിട്ട് ഫോണ്ട് ആദ്യം തന്നെ മാറ്റിയിട്ട് നമുക്ക് മൗണ്ട് സ്റാറ്റ് ബോൾഡ് എന്നുള്ളൊരു ഫോണ്ട് കൊടുക്കാം.
മോൺസ്റ്റർ ബോൾഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫ്ലെക്സിൽ കാണുന്ന പോലെ മഞ്ചാടി ബുക്സ് ഇനി ഓണം ഓഫർ എന്നുള്ളത് നമുക്ക് വേറൊരു ടെക്സ്റ്റ് ലെയറിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോകുന്ന മുന്നേ നമ്മൾക്ക് ഈ എലമെന്റ്സ് ഒക്കെ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ലെയർ പാനൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ലെയർ പാനൽ വരിക, ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ വന്നിരിക്കുന്നത് കാണാം. അതിന് നമ്മൾക്ക് ടെക്സ്റ്റ് ലേയേഴ്സ് എന്നുള്ള ഒരു പേര് കൊടുക്കാം. ഓക്കെ, നമ്മൾക്ക് ഈ കാണുന്ന ടെക്സ്റ്റ് എല്ലാം ഇതിലേക്ക് മൂവ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഇനി ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമുള്ള ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് ഡ്രോപ്പ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ഈ കാണുന്ന ലേയേഴ്സ് എല്ലാം തന്നെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയർ നമ്മൾക്ക് പുതിയൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ പേര് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് എന്ന് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് എപ്പോഴും നമ്മളുടെ ലെയർ പാനൽ താഴെ ആയിരിക്കണം വരേണ്ടത്. കാരണം ബാക്ക്ഗ്രൗണ്ട് ലെയർ മുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ വരുന്ന എലമെന്റ്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് എപ്പോഴും ഏറ്റവും താഴെ കൊടുത്താൽ മതി. ഇനി ഈ ഒരു ലെയർ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലെയേഴ്സ് ഗ്രൂപ്പിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മളുടെ ലെയർ പാനൽ കുറച്ചും കൂടി ക്ലീൻ ആയിട്ടുണ്ട്. നമുക്ക് ടെക്സ്റ്റിന്റെ ബാക്കിയുള്ള എഡിറ്റ്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു ടെക്സ്റ്റ് ലെയേഴ്സ് അതിൻ്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ചിലപ്പോൾ നമുക്ക് മലയാളം ആയതുകൊണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു പേര് കൊടുക്കുക. കാരണം ബാക്കിയുള്ള ഈ ഒരു ഇംഗ്ലീഷ് ലേയേഴ്സിന് കറക്റ്റായിട്ട് നമുക്ക് പേര് കാണാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ഏത് ടെക്സ്റ്റ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷേ ഈ ഒരു മലയാളം ടെക്സ്റ്റ് നമുക്ക് കുറച്ച് കൺഫ്യൂസ് ആയി തോന്നാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് നമുക്ക് അതിൻ്റെ ലെയർ നെയിം ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക ലെയറിൽ എന്നിട്ട് അതിന് പേര് ഓണക്കാലം എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ മഞ്ചാടി ബുക്സ് എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഫൈനൽ ഫ്ലെക്സിൽ കണ്ടുവയ്ക്കുന്ന രീതിയിൽ അതിൻ്റെ ഫോൺ വെയിറ്റ് ഒന്ന് കുറച്ചതിന് ശേഷം ഇതേ രീതിയിൽ കുറച്ച് കെർവായിട്ട് കൊടുക്കണമെങ്കിൽ നോക്കാം. അപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ടൈപ്പിൽ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് മൊത്തം സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഫോൺ വെയിറ്റേജ് മാറ്റിയിട്ട് റെഗുലർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഫോൺ സൈസ് കുറച്ച് കുറക്കാം, ഒരു 125 കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളുടെ ടെക്സ്റ്റ് കെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോൺ പ്രോപ്പർട്ടീസ് പാനലിൽ തന്നെ ഇതേപോലെ ഒരു ഐക്കൺ കാണാം. ഇതിന് ടെക്സ്റ്റ് റാപ്പിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ നമ്മൾ സ്റ്റൈൽസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ആർക്ക് എന്നുള്ള ഓപ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർക്ക് ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ബെൻഡ് എന്നുള്ള ഓപ്ഷൻ കുറച്ച് കുറക്കുക. കാരണം ഇത്രയും ബെൻഡ് നമുക്ക് ആവശ്യമില്ല. നമുക്കൊരു 12 കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു ടെക്സ്റ്റിന്റെ ഫോൺ വെയിറ്റേജും അതേപോലെ ആ ടെക്സ്റ്റ് റാപ്പ് ഓപ്ഷനും ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഓണം ഓഫർ എന്നുള്ള ടെക്സ്റ്റ് അതിൻ്റെ സൈസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ടൈറ്റിൽ സെലക്ട് ചെയ്യുക, ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഈ കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈസ് നമുക്കൊരു 350 കൊടുക്കാം. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾക്ക് ഇനി നമ്മളുടെ ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ ഈ ടെക്സ്റ്റുകളെല്ലാം അലൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാനുവലി നമ്മൾക്ക് ഈ ഒരു മഞ്ചാടി ബുക്സ് എന്നുള്ള ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ മൗസിൽ ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് കൊടുത്താലും മതി. റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോഴത്തേക്കും
നമ്മളുടെ ഈ ഒരു മൗസിൻ്റെ ഇത്രയും റേഡിയസിലുള്ള കുറച്ച് ലെയേഴ്സ് ഈ ഒരു ഓപ്ഷനിൽ കാണിക്കുന്നതായിരിക്കും. ആ ഒരു പാനൽ നമുക്ക് ഏത് ലെയറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് മഞ്ചാടി ബുക്സ് ആണ് കുറച്ചൊന്ന് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാനുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് മൗസ് കൊണ്ട് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഇതേപോലെ ഇത് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മൗസ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ നിങ്ങൾക്ക് കുറച്ച് ഗൈഡ്സ്, പിങ്ക് കളറിലുള്ള കുറച്ച് ഗൈഡ്സ് വരുന്ന കാണാൻ പറ്റും. ഇത് ഫോട്ടോഷോപ്പിൻ്റെ ഒരു സ്മാർട്ട് ഫീച്ചറാണ്. നമ്മൾക്ക് ഈ ഒരു ഗൈഡ്സ് കണ്ടുകൊണ്ട് ഒരു ഒബ്ജക്റ്റ് മറ്റേ ഒബ്ജക്റ്റിൻ്റെ ഏത് സൈഡിലാണ് എത്ര അകലമുണ്ട് കണ്ടുപിടി. ഇപ്പോൾ 240 പിക്സൽസ് കാണിക്കുന്നത്. അതായത് ഈ മേളിലെയും താഴത്തെയും ടെക്സ്റ്റുകൾ തമ്മിലുള്ള ദൂരം 240 പിക്സൽസ് കാണിക്കുന്നത്. അതുപോലെ അത് സെൻട്രലി അലൈൻ ആണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഗൈഡ്സ് വെച്ച് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനത്തെ ഗൈഡ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വ്യൂവിൽ പോവുക, അതിൽ ഷോ എന്നുള്ളൊരു ഈ ഒരു ഇതിൽ വരിക, അതിൽ ഗൈഡ്സ് എന്നുള്ള ഓപ്ഷൻ ആക്ടിവേറ്റ് ആക്കി ഇടുക. അതേപോലെ സ്മാർട്ട് ഗൈഡ്സ് എന്നുള്ള ഓപ്ഷനും ആക്ടിവേറ്റ് ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് തൽക്കാലം ഇതിൽ കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഇനി ക്യാൻവാസിൽ വന്നിട്ട് ഈ ഒരു ഓണം ഓഫർ എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ ഇതും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ടെക്സ്റ്റ്, ഇത്രയും ടെക്സ്റ്റുകൾ സെൻട്രലി അലൈൻ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു സെലക്ഷൻ ടൂൾ എടുക്കുക. എന്നിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, തിരിച്ച് മൂവ് ടൂളിലേക്ക് തന്നെ പോവാം. എന്നിട്ട് നമ്മൾ ലെയർ പാനൽ വന്നതിന് ശേഷം ഈ 3 ടെക്സ്റ്റും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലെ കുറച്ച് ഐക്കൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഈ ഒരു ഐക്കൺ ഇതിനെ പറഞ്ഞത് നമ്മൾ സെൻട്രലി അലൈൻ എന്നാണ്, ഹോറിസോണ്ടൽ അലൈൻ സെൻറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ടെക്സ്റ്റ് എല്ലാം ഈ ഒരു സെലക്ഷൻ വരച്ച് ചെയ്യുന്നതിൻ്റെ ഹോറിസോണ്ടൽ സെൻറ്ററായിട്ട് അലൈൻ ആവുന്നതായിരിക്കും. അതിനുശേഷം സെലക്ട് പോവുക, ഡീസെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ സെലക്ഷൻ പോകുന്ന കാണാൻ പറ്റും. ഇനി നമ്മൾ ഈ ടെക്സ്റ്റ് ഇതിൽ കാണുന്ന പോലെ കുറച്ചും കൂടെ താഴേക്ക് വരാനുണ്ട് അല്ലേ? അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് കീബോർഡിൽ പ്രസ് ചെയ്തുകൊണ്ട് കുറച്ച് താഴേക്കാകാം. ഓക്കെ, നമ്മളുടെ ലെഫ്റ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇവൻ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ ടെക്സ്റ്റ് അലൈൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് റൈറ്റ് സൈഡിലെ ടെക്സ്റ്റ് ആണ് ഇതേപോലെ ഫോർമാറ്റ് ചെയ്ത് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ലേയേഴ്സ് നമ്മൾക്ക് വേറൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ റൈറ്റ് സൈഡിലുള്ള ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടി കൺഫ്യൂസ്ഡ് ആവാൻ വേണ്ടി പാടില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ലേയേഴ്സ് 3 സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് Ctrl+G എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആ 3 ടെക്സ്റ്റും ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത്, പുതിയൊരു ഗ്രൂപ്പിൻ്റെ അകത്ത് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു ഗ്രൂപ്പിന് പേര് കൊടുക്കാം. ലെഫ്റ്റ് സൈഡ് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഇത്രയും കാണുന്ന ഈ ലെഫ്റ്റ് സൈഡ് ടെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഗ്രൂപ്പിനകത്താണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഫോട്ടോഷോപ്പിൽ വരുന്ന എല്ലാ എലമെൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മളിവിടെ ഹൈഡ് ചെയ്തിട്ടിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് അൺഹൈഡ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ടെക്സ്റ്റുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് എന്നിട്ട് ഇനി ഈ ഒരു ഡിസൈനിൽ കാണുന്ന പോലെ ഇതേ ഒരു സെയിം ഫോർമാറ്റിൽ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക, ഫോണ്ട് എല്ലാം സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ് നമുക്ക് 200 കൊടുക്കാം. അങ്ങനെ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് എല്ലാം സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ് നമുക്കൊരു 150 കൊടുക്കാം. ഇത് നമുക്ക് ഈ ഒരു ഫൈനൽ ഡിസൈൻ കാണുന്ന രീതിയിൽ അലൈൻ ചെയ്യാം. ഇതിന് ശേഷം വരുന്ന ലൈൻസ് സെക്കൻഡ് ലൈനിലാണ് വരുന്നത്. പിന്നെ 20% എന്നുള്ളത് അടുത്ത ലൈനിലാണ് വരുന്നത്.
അതിനുശേഷം ഈ കിഴിവ് എന്നുള്ളത് അതിൻ്റെ അടുത്ത ലൈനിലാണ് വരുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് തൽക്കാലത്തേക്ക് ഇതിൽ നിന്ന് നമുക്ക് മാറ്റി വെക്കാം. അതിനായിട്ട് സെലക്ട് ചെയ്യുക, Ctrl X എന്നുള്ള ഓപ്ഷൻ കൊടുത്തത് ടെക്സ്റ്റ് കട്ട് ചെയ്യാം. അതിനുശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ടെക്സ്റ്റ് വേറൊരു ലെയറിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഈ ടെക്സ്റ്റ് നമുക്ക് ഹൈഡ് ചെയ്യാം. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫോർമാറ്റ് ചെയ്യാം. നമ്മൾ ഫോൺ സൈസ് കൊടുത്തു കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ ഒരു ഫോൺ സൈസ് കുറച്ച് വലുതാണ്. ഇതിൽ നമ്മൾ ഈ ഫൈനൽ ഡിസൈനിൽ കാണുന്ന പോലെ ആ 20% എന്നുള്ള ഫോൺ സൈസ് കുറച്ച് വലുതാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 400 കൊടുത്തേക്കാം. 400 ഒട്ടും അത്ര വലുതായിട്ട് തോന്നുന്നില്ല, നമുക്കൊരു 800 ആക്കാം. ഓക്കെ, 20% എന്നുള്ളത് ഏകദേശം നമ്മളുടെ ഈ ഒരു ഫൈനൽ ഡിസൈനിൽ കാണുന്ന ആ ഒരളവിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഈ 20% എന്നുള്ളത് ഈ ഒരു മേളിൽ കാണുന്ന ഈ ഒരു ഫോണ്ടിൻ്റെ അതിനേക്കാളും വളരെ താഴത്തായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം അതിൻ്റെ ലീഡിങ് സ്പേസ് ഇവിടെ ഓട്ടോമാറ്റിക്കലി കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഐക്കണിൽ പോവുക. എന്നിട്ട് ഈ ഒരു ലീഡിങ് സ്പേസിൻ്റെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ നമുക്ക് ലീഡിങ് സ്പേസ് കുറക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ ലീഡിങ് സ്പേസ് കുറവാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം അത് കറക്റ്റായി തോന്നുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ടിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ കിഴിവ് എന്നുള്ളത് അത് നമ്മൾക്ക് കുറച്ച് താഴത്തേക്ക് ഇറക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. വീണ്ടും ഇവിടെ വന്നതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ താഴേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഇത്രയും ഫോണ്ട് തന്നെ ഒരു ഒറ്റ ലെയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ ലെയർ നമുക്കൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഇത് കുറച്ച് മൂവ് ചെയ്ത് ഈ ഒരു സൈഡിലായിട്ട് വെക്കുക. അതുപോലെ നമ്മൾ ഈ ഒരു ഡിസൈനിൽ നോക്കിയറിയാം ഈ 20 എന്നുള്ളത് കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഫോണ്ടാണ്. അപ്പോൾ അതിനർത്ഥം ഈ ടെക്സ്റ്റ് മുഴുവനും കുറച്ചും കൂടി വെയിറ്റേജ് കൂടുതലുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഷിഫ്റ്റും അതേപോലെ ഈ ആരോ കീസും ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു രീതിയിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഫോൺ സൈസ് നമുക്കൊരു 175 കൊടുക്കാം. ഏറ്റവും താഴെയുള്ള ടെക്സ്റ്റും സെയിം അതേ അളവിന് കൊടുക്കാം. ഓക്കെ, ഇനി 20 എന്നുള്ള ഈ ഒരു ടെക്സ്റ്റ് മാത്രം നമുക്ക് മോണ്ടിസറാട്ട് എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാം. മോണ്ടിസറാട്ട് ബോൾഡാണ് നമ്മൾ കൊടുക്കുന്നത്. മോണ്ടിസറാട്ട് ബോൾഡ് എന്നുള്ള ടെക്സ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ ഒരു ലീഡിങ് സ്പേസ് കുറച്ച് കൂട്ടുന്നതിനായി ഇതേ ടാബിൽ വന്നതിന് ശേഷം ഇതിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും പതിയെ ആ ഒരു ഫോണ്ട് ആ ഒരു ടെക്സ്റ്റ് മാത്രം താഴേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ശേഷം ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഏകദേശം നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ കറക്റ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ഇങ്ങനെ അലൈൻ ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇതൊരു പുതിയ ഗ്രൂപ്പിലേക്ക് ആക്കാം. ഓക്കെ, Ctrl G അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. പുതിയ ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നതായിരിക്കും. നമുക്കതിന് റൈറ്റ് സൈഡ് ടെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഈ ടെക്സ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് ഇടുക. ഓക്കെ, നമ്മൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ഗ്രൂപ്പും ഈ ഒരു വെർട്ടിക്കലി ഒന്ന് അലൈൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെക്സ്റ്റ് ഗ്രൂപ്പ്സും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പേരാണ് അലൈൻ വെർട്ടിക്കൽ സെൻറ്റേഴ്സ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ടെക്സ്റ്റ് വെർട്ടിക്കലി ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ടെക്സ്റ്റിനോട് അലൈൻ ആവുന്നതായിരിക്കും. അതിനുശേഷം 2 ടെക്സ്റ്റ് നമുക്ക് കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇതൊരിക്കലും തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ഈ ഒരു ഗൈഡ്സിൻ്റെ പുറത്തേക്ക് പോകരുത്. കാരണം ഗൈഡ്സിൻ്റെ പുറത്തേക്ക് പോയാൽ അത് ചിലപ്പോൾ പ്രിന്റിങ്ങിൻ്റെ സമയത്ത് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മളുടെ ഈ ഒരു ഫൈനൽ ഡിസൈൻ വരുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് ആണ്, കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ക്യാൻവാസിൽ പോയതിനു ശേഷം
നമ്മളുടെ ഈ ടൂൾ ബാറിൽ ഷേപ്പ് ലെയർ എന്നുള്ള ടൂൾ ഉണ്ട്. ഇതാണ് ഷേപ്പ് ലെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യാം. റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മളുടെ മേളിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ഷേപ്പ് ലെയറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അതിൽ കളർ, ഫിൽ കളർ നിങ്ങൾ ബ്ലാക്ക് ആണെന്നുള്ള ഉറപ്പുവരുത്തുക. സ്ട്രോക്കിൽ ഇതേപോലുള്ള ഐക്കൺസ് നിങ്ങൾ കാണുന്നതാണെങ്കിൽ ഇതിൽ ഈ സ്ട്രോക്ക് ലെയറിൽ ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്ക് തൽക്കാലത്തേക്ക് സ്ട്രോക്കിന് കളേഴ്സ് ഒന്നും തന്നെ ആവശ്യമില്ല. അപ്പോൾ അതിനുവേണ്ടി അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കളർ, സ്ട്രോക്കിന് കളറൊന്നും അപ്ലൈ ആവുന്നതല്ല. ഓക്കെ, ഇനി സ്ട്രോക്ക് എന്താണ്, ഫില്ല് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു റെക്റ്റാങ്കിൾ വന്നേക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. കാരണം ഈ റെക്റ്റാങ്കിളിൽ എന്തായിട്ടുണ്ട്, ബ്ലാക്ക് കളർ ഫില്ലായിട്ടുണ്ട്. നമുക്ക് ഫില്ല് കളഞ്ഞിട്ട് സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. ഞാനിവിടെ വന്നിട്ട് ഫില്ല് കളയുന്നു, എന്നിട്ട് സ്ട്രോക്ക് ബ്ലാക്ക് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ജസ്റ്റ് അതിൻ്റെ ഔട്ട്ലൈൻ മാത്രം ബ്ലാക്ക് കളർ വന്നേക്കുന്ന കാണാം. അപ്പോൾ ഫില്ല് എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പിൻ്റെ അകത്ത് വരുന്ന കളറും, സ്ട്രോക്ക് എന്ന് പറയുന്നത് ആ ഒരു ഔട്ട്ലൈന് വരുന്ന ആ ഒരു കളറുമാണ് വരുന്നത്. നമുക്ക് തൽക്കാലം ഈ ഒരു ഷേപ്പിന് സ്ട്രോക്ക് ആവശ്യമില്ല. ഈ ഒരു ഡിസൈൻ നമുക്ക് ബ്ലാക്ക് ഫില്ല് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നമ്മൾ മൂവ് ടൂൾ എടുക്കുക. അതിനുശേഷം മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേ രീതിയിൽ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് മുട്ടിച്ച് വെക്കുക. കാരണം നമ്മളുടെ ഫൈനൽ ഡിസൈനിൽ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ റൈറ്റ് സൈഡിലെ കോർണേഴ്സ് ഇതേപോലെ റൗണ്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടീസ് പാനൽ ഉണ്ടെന്ന് നോക്കുക. പ്രോപ്പർട്ടീസ് പാനൽ ഇല്ലെങ്കിൽ വിൻഡോസിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് എന്നുള്ള പാനൽ ആക്ടിവേറ്റ് ചെയ്തിടുക. പ്രോപ്പർട്ടീസ് പാനൽ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഈ ഒരു ഷേപ്പ് ലെയർ മോഡിഫൈ ചെയ്യാനായിട്ടുള്ള പാരാമീറ്റേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ റൈറ്റ് സൈഡിൽ കോർണർ മാത്രം ഒന്ന് റൗണ്ടായി കിട്ടിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഈ 4 പാരാമീറ്റേഴ്സ് കാണിക്കുന്നത് ഇത് ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെഫ്റ്റ് ടോപ്പ് പോയിന്റിലെ പാരാമീറ്ററാണ്. ഇത് ലെഫ്റ്റ് ബോട്ടം, ഇത് റൈറ്റ് ടോപ്പ്, ഇത് റൈറ്റ് ബോട്ടം. ഓക്കെ, അതിനോടൊപ്പം ഈ ഒരു ചെറിയ ഐക്കണും കാണാം. ഇപ്പം ഇത് ആക്ടിവേറ്റ് ആയിരിക്കുകയാണ്. കാരണം നമ്മൾ ഇതിൽ ഏത് പാരാമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളുടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ബാക്കിയുള്ള കോർണേഴ്സിനെ കൂടി ബാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ലെഫ്റ്റ് ടോപ്പിലുള്ള കോർണർ റേഡിയസ് ആണ് മാറ്റുന്നതെങ്കിൽ അത് ബാക്കിയുള്ള കോർണേഴ്സിനെ കൂടി ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇത് ഡീആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് പാരാമീറ്റേഴ്സ് മാറ്റാം. ഇപ്പോൾ പാരാമീറ്റേഴ്സ് മാറ്റുമ്പോഴത്തേക്കും ഈ ലെഫ്റ്റ് സൈഡിലുള്ള കോർണേഴ്സ് മാത്രമേ അതിനെ ബാധിക്കുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് അൺഡു ചെയ്യാം. നമുക്ക് വേണ്ടത് റൈറ്റ് സൈഡിലുള്ള കോർണേഴ്സിൻ്റെ റേഡിയസ് മാത്രം മാറ്റിയാൽ മതി. അതിന് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നമ്മൾ ഈ ലോക്ക് ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. 118 ആണ് മാക്സിമം റേഡിയസ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ലിങ്ക് ഡീആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം ടോപ്പിലെ റേഡിയസും, അതായത് ലെഫ്റ്റ് ടോപ്പിലെ റേഡിയസും ലെഫ്റ്റ് ബോട്ടമിൻ്റെ റേഡിയസും 0 ആക്കുക. നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ റേഡിയസ് 0 ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ഒരു ഡിസൈൻ കാണുന്ന പോലെ തന്നെ റേഡിയസ് നല്ലപോലെ കോർണറായി വന്നിട്ടുണ്ട്, നല്ലപോലെ റൗണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതിലേക്ക് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ രണ്ടും ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് വെക്കുമ്പോൾ കാണാത്തത്. അപ്പോൾ അതുകൊണ്ട് പകുതി മാത്രം പുറത്ത് വെച്ചതിന് ശേഷം ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റിലാൻ തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കളർ ഓപ്ഷൻ ഉപയോഗിച്ച് അതിൻ്റെ കളർ വൈറ്റ് ആക്കുക. ഓക്കെ, ഇനി ടിക്ക് മാർക്ക് ഉപയോഗിച്ചതിന് ശേഷം തിരിച്ച് നിങ്ങൾ മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതേ രീതിയിൽ ബാക്കിലേക്ക് ഗൈഡ് ലൈനോട് അധികം മുട്ടണമെന്നില്ല, കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തേക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫോൺ നമ്പർ കൂടി ആഡ് ചെയ്യാനുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു റാൻഡം നമ്പർ കൊടുത്തേക്കുക. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിവിടെ ഒരു റാൻഡം നമ്പറാണ് കൊടുക്കുന്നത്.
ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് കുറച്ചുകൂടി ഇതേപോലെ നീക്കി വെക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഷേപ്പിന് കുറച്ചും കൂടി ഇതിൻ്റെ സ്പേസിങ് കൂട്ടാണ്ട്, കാരണം ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ റൈറ്റ് സൈഡിൽ എഡ്ജ് ഈ ഒരു ഷേപ്പ് ലെയറിൻ്റെ റൈറ്റ് സൈഡായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. ഒട്ടും തന്നെ പ്രൊഫഷണലി നല്ലൊരു ഡിസൈൻ അല്ല. അപ്പോൾ അത് നമ്മൾക്ക് ഇനി ഈ ഷേപ്പിൽ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റെക്റ്റാങ്കിൾ ഷേപ്പ് ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ബോക്സസ് ആക്ടിവിറ്റി ആണ് കാണാം. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഈ ഒരു കോർണറിൽ വന്നിട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. അതിനുശേഷം വേറൊരു എടുക്കുമ്പോഴത്തെ അത് നമ്മൾ എങ്ങനെയാണോ അത് കൊടുത്തത് ആ രീതിയിൽ അവിടെ ആ ഒരു ഓപ്ഷൻ അപ്ലൈ ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ബാനറിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റുകളും അതേപോലെ ഈ ഒരു ഷേപ്പും നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കിനി വേണ്ടത് ഇതേ രീതിയിൽ ഒരു ഇമേജ് കൊടുക്കുക, പിന്നെ കളേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഇമേജസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക, ഓപ്പൺ ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ ആ ഒരു പ്രൊജക്ട് ഫയലിൽ ഇമേജസ് എന്നുള്ള ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു ബാനർ ഡിസൈൻ ഉപയോഗിച്ചിട്ടുള്ള ഇമേജസും ഫോൺസും ലോഗോസും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച്മെന്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന ഉറപ്പുവരുത്തിട്ട് വേണം ഈ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മഹാബലി എന്നുള്ളൊരു ഇമേജാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഈ ഇമേജ് എടുത്തു, ശേഷം ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ മഹാബലിയുടെ ഈ ഒരു ഇമേജ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വന്നിട്ടുണ്ട്. നമ്മളുടെ ലെയർ പാനൽ നോക്കിയാൽ നമ്മൾ ഇത് കാണാം. നമ്മളുടെ ഈ ഒരു ഇമേജ് വന്നേക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് വന്ന ലെയറിലാണ് വന്നേക്കുന്നത്. ഒരു ലെയർ ലോക്കാണ്. അപ്പോൾ ഈ ലോക്ക് നമ്മൾ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിക്ക് ചെയ്താൽ മതി. ഈ ലെയർ അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് പെൻ ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ടൂൾ പാനലിൽ പോയിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്യുക. ഇത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇത്രയും ഒരു ഭാഗം നമ്മൾക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പെൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. നമ്മൾ ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ സ്ക്വയർ പോലെ ചെയ്തതിനു ശേഷം തിരിച്ച് നമ്മൾ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കൊണ്ടുവന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഈ പെൻ ടൂളിന്റെ അറ്റത്ത് അതിന്റെ ഐക്കണിന്റെ അറ്റത്ത് ഒരു സർക്കിൾ കാണുന്നതാണ്. അതായത് നമ്മൾ ആ ഒരു പെൻ ടൂളിന്റെ പാത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ ഈ പെൻ ടൂളിന്റെ പാത്ത് ഫുൾ ക്ലോസ് ചെയ്യുക. ഇനി കൺട്രോൾ എൻ്റർ എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പെൻ ടൂൾ ഉപയോഗിച്ച ആ ഒരു പാത്ത് സെലക്ഷനായി മാറും. ഇനി കൺട്രോൾ എക്സ് ആണ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്തുള്ള എന്തെല്ലാമാണ് ആ ഭാഗത്ത് വന്നിരിക്കുന്നത് കട്ടായി പോകുന്നതാണ്. കൺട്രോൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു മാവേലിനെ നമ്മൾ ഫുൾ ബാക്ക്ഗ്രൗണ്ട് മാത്രമായിട്ട് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ഓരോ കെർസ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം മൗസിന് കൈയെടുക്കാതെ ഇതേ രീതിയിൽ നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ കിട്ടിയില്ല എന്ന് വരും. തുടക്കത്തിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്തതിനും കുഴപ്പമില്ല. അത് ഒട്ടും തന്നെ പ്രൊഫഷണൽ അല്ല. ഏറ്റവും പ്രൊഫഷണലിന്റെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ ഈ ഒരു പെൻ ടൂളിന്റെ ഈ ഒരു ആംഗിൾസ് ഉപയോഗിച്ച് പാർട്ടായി സെലക്ട് ചെയ്യാന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു വലിയൊരു കർവാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ട് ഹാൻഡിൽസ് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഹാൻഡിൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെൻ ടൂളിന്റെ ഈ ഒരു ടാബിനെ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഈ കൺവേർട്ട് ടു ആംഗിൾ പോയിന്റ് ഉണ്ട്. അത് വന്നിട്ട് നമുക്ക് ഈ ഹാൻഡിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് നമുക്ക് ഈ ഒരു പാത്തിന്റെ ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. ഇവിടെ ഇപ്പൊ ചേഞ്ചസ് ഒന്നും തന്നെ ആവശ്യമില്ല. കൺട്രോൾ സെറ്റ് ക്ലിക്ക് ചെയ്ത് അണ്ടു കൊടുക്കുക. നമുക്ക് ഇത് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി വേണ്ടത് സെലക്ഷൻ വേണ്ടത് ഇങ്ങനെയാണ് സെലക്ഷൻ വേണ്ടത്. ജസ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ഷൻ
കറക്റ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ, അതായത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഒരു പാർട്ടിന്റെ ഹാൻഡിൽ ഇതേ രീതിയിൽ പോയിട്ട് ഈ ഹാൻഡിൽ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യണം. ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സെലക്ഷൻ ഇവിടെ കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾട്ട് ഓപ്ഷൻ നിങ്ങളുടെ കീബോർഡിൽ ഈ ഒരു നോഡിൽ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ഇവിടെ നിന്നിട്ട് പോകും. അതിനുശേഷമാണ് നമ്മൾ ഇനി ഇവിടെ ഒരു സെലക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഹാൻഡിലിന്റെ അവിടെ നിന്ന് ആ ഒരു സെലക്ഷൻ വരുന്ന കാണാൻ പറ്റും. ഇവിടെയും ഹാൻഡ് ഉണ്ട്, കളയുക. ഇത് എല്ലായിടത്തും ഇങ്ങനെ ഹാൻഡ് കളയണമെന്നില്ല. നമുക്ക് എവിടെയാണ് ഇതേ രീതിയിലൊരു വലിയൊരു കെർവ് വന്നിരിക്കുന്നത്, ഒരു വലിയൊരു കെർവ് വന്നിരിക്കുന്നത്, ഈ ഒരു കെർവിനെ ഇതേ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചേക്കുന്ന ഈ ഹാൻഡിൽസ് ആണ്. നമ്മൾക്ക് ഇനി ഇങ്ങോട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കറക്റ്റ് ആയിട്ടുള്ള ഇത് സെലക്ഷൻ വരില്ല. കണ്ടോ, ഇതൊരു ഇങ്ങനെ പോയിട്ട് ഇതേ രീതിയിലാണ് ഇതിന്റെ പാത്ത് വന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയൊരു കർവ് ചെയ്തതിനു ശേഷം ഇങ്ങനെ വരുന്ന രണ്ട് ഹാൻഡിൽസിന്റെ ഈ മുകളിലുള്ള ഹാൻഡിൽ ഓൾട്ട് എന്നുള്ള ഈ പ്രസ് ചെയ്തതിനു ശേഷം ഈ നോഡിലൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുകളിലേക്കുള്ള ഈ ഒരു ഹാൻഡിൽ ഇതേ രീതിയിൽ കട്ടായി പോവുകയും നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള സെലക്ഷൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഈ ഇമേജ് ഫുൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് തിരിച്ച് അതിന്റെ എൻഡിങ് പോയിന്റ് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് മുട്ടിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് പോകേണ്ടത്. ഇതിൽ നമ്മൾ ഈ ഒരു പെൻ ടൂൾ പോകുന്ന രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് പോവുക. ഇതിന്റെ സെലക്ട് ചെയ്ത് വന്നതിന് ശേഷം താഴ്ത്തു വരിക. അവിടെ നിന്ന് തിരിച്ച് ഈ എൻഡിങ്ങിൽ വന്നിട്ട് ആ പെന്നിന്റെ പാത്ത് ഒന്ന് ക്ലോസ് ചെയ്യുക. ഞാനിപ്പോ ജസ്റ്റ് നമ്മളുടെ വീഡിയോ ലെങ്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രം കുറച്ച് സ്പീഡായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. സോ നമ്മളിപ്പോ നമ്മളുടെ ഈ മാവേലിനെ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾ എവിടുന്ന് നിങ്ങൾ ആ സെലക്ഷൻ സ്റ്റാർട്ട് ചെയ്തോ തിരിച്ച് അതേ രീതിയിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക. ഇനി നമ്മൾക്ക് ഈ ഒരു പാത്ത് സെലക്ഷനായി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് അതിന് വേണ്ടിയിട്ട് കൺട്രോൾ എൻ്റർ എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഈ ഒരു പാത്ത് സെലക്ഷൻ ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളുടെ ഈ ലെയർ ചിലപ്പോൾ ഇവിടെ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത് നോർമൽ ലെയർ ആക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റാസ്റ്ററൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മളുടെ ഈ ഒരു സ്മാർട്ട് ലെയർ ഒരു ഇമേജ് ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇനി ഇമേജ് ലെയർ ആണെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ, വേറെ ചേഞ്ചസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഇമേജിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളുടെ ഈ ഒരു സെലക്ഷൻ ഇപ്പോൾ വന്നേക്കുന്നത് ഈ ഒരു ക്യാരക്ടറിനാണ് ഈ സെലക്ഷൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് തിരിച്ച് ഈ സെലക്ഷൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വരാൻ വേണ്ടിയിട്ട് സെലക്ട് എന്നുള്ള ടാബിൽ പോവുക. എന്നിട്ട് ഇൻവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് കൺട്രോൾ ഐ എന്നുള്ള ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സെലക്ഷൻ മാറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആവും. അതിനുശേഷം നിങ്ങളുടെ കീബോർഡിൽ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കട്ടായിട്ട് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വരുന്നത്. അതിനുശേഷം സെലക്റ്റിൽ പോയിട്ട് ഡീസെലക്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ ഡി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ചാലും മതി. നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു മാവേലിനെ നമ്മളുടെ ഈ ഒരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് കൺട്രോൾ എ ഉപയോഗിച്ച് സെലക്ടിന് ശേഷം കൺട്രോൾ സി ഉപയോഗിച്ച് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കൺട്രോൾ വി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ടാമതുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മളുടെ മൂവ് ടൂൾ ഉപയോഗിച്ച് സെലക്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ ഇതേ രീതിയിൽ ഡ്രാഗ് ചെയ്ത് ഈ ഒരു ക്യാൻവാസിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ക്യാരക്ടർ ഈ ഒരു ക്യാൻവാസിൽ വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു ലെയർ പാനൽ ഒന്ന് നമ്മൾക്ക് റീഅറേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾക്ക് ഈ ഒരു ക്യാരക്ടറിനെ വേറൊരു ഗ്രൂപ്പ് ലെയറിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലെയറിൽ വന്നതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു ഗ്രൂപ്പ് ലെയർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. അതിന് നമുക്ക് ഇമേജസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, നമുക്ക് ഈ മഹാബലിയുടെ ഒരു ഇമേജിന് നമുക്ക് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഇമേജസിന്റെ ഗ്രൂപ്പിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ടെക്സ്റ്റ് ജസ്റ്റ് പുറത്ത് കിടക്കുന്നുണ്ട് അല്ലേ. നമ്മൾക്ക് ഇതും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ടുണ്ട് ലെയർ പാനലിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ടെക്സ്റ്റിന് നമുക്കൊരു പേര് റീനെയിം ചെയ്യാം. അതിനുവേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്യുക, കോണ്ടാക്ട് എന്ന് കൊടുക്കാം, കോണ്ടാക്ട് നമ്പർ. ഓക്കെ, നമ്മൾക്ക് ഈ റെക്റ്റാങ്കിളും അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഷേപ്പ് ലെയർ, അതായത് ഈ റെക്റ്റാങ്കിളും പിന്നെ ഈ ടെക്സ്റ്റ് ലെയർ കൂടി സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ G എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ ടെക്സ്റ്റ് രണ്ടും ഈ ഒരു ഗ്രൂപ്പിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം അതിൻ്റെ പേര് കോണ്ടാക്ട് എന്ന് കൊടുക്കാം. കോണ്ടാക്ട് എന്നുള്ളൊരു ഗ്രൂപ്പ് നെയിം കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കറക്റ്റ് ഓർഡറിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോണ്ടാക്റ്റിനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ റൈറ്റ് സൈഡ് ടെക്സ്റ്റ് എന്നുള്ള ഗ്രൂപ്പിന്റെ അടിയിലേക്ക് വലിച്ചിട്ട്, ഒരിക്കലും ഇതിന്റെ മുകളിൽ പോയി ഡ്രോപ്പ് ചെയ്യരുത്. അങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഇതിന്റെ ഉള്ളിലായിരിക്കും വരിക. ഓക്കെ, അൺഡു ചെയ്യാം, കൺട്രോൾ C കൊടുത്ത് അൺഡു ചെയ്യാം. ഈ ഒരു കോണ്ടാക്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു റൈറ്റ് സൈഡ് ടെക്സ്റ്റ് എന്നുള്ള ഗ്രൂപ്പിന്റെ അടിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, റൈറ്റ് സൈഡ് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ലെയറിൽ, ആ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ലെയർ മാത്രമുള്ളതുകൊണ്ടിട്ട് നമുക്ക് അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റീനെയിം കൊടുക്കാം. നിങ്ങൾക്കൊരു ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു പേര് കൊടുക്കാം. അത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഈ ഒരു ഫൈനൽ ഡിസൈനിന്റെ രീതിയിൽ സൈസ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ T എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ട്രാൻസ്ഫോർമേഷൻ കൺട്രോൾസ് വരുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു കോർണറിലുള്ള ബോക്സ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ചില ആളുകൾക്ക് ഓൾഡ് വേർഷനാണ് ഫോട്ടോഷോപ്പ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ ഈ കോർണർ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളുടെ ഇമേജസ് ഇതേ രീതിയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഇമേജസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം ഒരു കോർണറിൽ നിന്ന് ഡ്രാഗ് ചെയ്യുക. ഒരിക്കലും ഈ മിഡിൽ പോർഷൻസിൽ വരുന്ന ഈ ഒരു ബോക്സസിൽ നിന്നിട്ട് നമ്മൾ പഴയ ഫോട്ടോഷോപ്പിലുള്ള യൂസേഴ്സ് അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ഇമേജ് റീസൈസ് ആവുന്നത്. എപ്പോഴും കോർണേഴ്സിൽ നിന്നും തന്നെ ഡ്രാഗ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളൊരു സൈസിലേക്ക് എത്തിക്കുക. അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഡിസൈൻ നോക്കി കാണാം, ഈ ഒരു ഇമേജിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് ബുക്ക് വന്നേക്കുന്നത് അല്ലേ. നമ്മളുടെ ഇമേജിൽ റൈറ്റ് ഹാൻഡിലാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമേജ് അവിടെ ഫ്ലിപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇമേജ് നമുക്ക് മിറർ മോഡിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്ഫോം കൺട്രോൾസ് ഉള്ളപ്പോൾ തന്നെ ജസ്റ്റ് നമ്മളുടെ ഇമേജിന്റെ മേളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഓക്കെ, ഇതിൽ നമ്മൾ ഫ്ലിപ്പ് ഹോറിസോണ്ടൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഈ ഒരു ക്യാരക്ടറും ഇതേ രീതിയിൽ മിറർ ഇമേജ് ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെയ്ത ആ ഒരു ഇമേജിന്റെ ചേഞ്ചസ് അവിടെ അപ്ലൈ ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇവിടെ പറ്റിയ ഒരു തെറ്റ് എന്താണെന്ന് പറയാം. അതായത് നമ്മൾ ഇത്രയും വലിയൊരു ബാനർ ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഇടുന്ന ടെക്സ്റ്റും അതേപോലെ നമ്മൾ ഈ കാണുന്ന ഒരു ഇമേജും ബാനറിൽ പ്രിന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതേ ഹൈ ക്വാളിറ്റിയിലാണ് പ്രിന്റ് വരുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ടെക്സ്റ്റും ഇമേജും പ്രിന്റിങ്ങിൽ വരുമ്പോഴത്തേക്കും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് കാണിക്കാം. ഇപ്പൊ നമ്മളെ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്കും ഇമേജസിനും ടെക്സ്റ്റിനും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ പ്രിന്റ് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ചെറിയ ഇമേജസിന് ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലെ 3-4 ഓപ്ഷൻസ് വരുന്ന കാണാം. അതിൽ പ്രിന്റ് സൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ മൂവ് ടൂൾ ആയിരിക്കണം സെലക്ട് ചെയ്ത് പിടിക്കേണ്ടത്. അതിനുശേഷം സ്പേസ് ബാർ സെലക്ട് ചെയ്യുക,
മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ വരുന്ന ഓപ്ഷൻസിൽ പ്രിന്റ് സൈസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ മൗസിന്റെ ഈ ഒരു കേസർ മൂവ് ടൂളിൽ നിന്ന് മാറി ഹാൻഡ് ടൂൾ ആവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലി ടൂൾ ബാറിൽ പോയിട്ട് ഈ ഒരു ഹാൻഡ് ടൂൾ സെലക്ട് ചെയ്യാം. ഷോർട്ട് കട്ട് എച്ച് ആണ്. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക. അപ്പോൾ ടെക്സ്റ്റിന് കുഴപ്പമൊന്നും കാണുന്നില്ല. ടെക്സ്റ്റൊക്കെ ഈ ഒരു ക്വാളിറ്റി തന്നെ ആയിരിക്കും നമ്മളുടെ പ്രിന്റിങ്ങിൽ വരുന്നത്. അപ്പോൾ ഈ പ്രിന്റ് സൈസ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മളെ പ്രിന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഫ്ലെക്സ് അല്ലെങ്കിൽ ബാനർ എങ്ങനെ വരും, ഏത് ക്വാളിറ്റി വരും എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിനൊന്നും തന്നെ അങ്ങനെ പ്രശ്നം വരാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ ഇമേജസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇമേജസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇമേജസിന് ചെറുതായിട്ടുള്ള രീതിയിൽ ഇവിടെ ക്ലാരിറ്റിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ചെറുതായിട്ടൊന്ന് ഇമേജ് ബ്ലർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇമേജ് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇമേജ് നമുക്ക് എങ്ങനെ ഉറപ്പുവരുത്താൻ പറ്റും, ഒരു ക്വാളിറ്റിയുള്ള ഇമേജ് എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്താൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു ഇമേജസ് കിടക്കുന്ന ഫോൾഡറിലേക്ക് പോവാം. ഓക്കെ, നമ്മളുടെ പ്രൊജക്ട് ഫയലിൽ ഇമേജസിന്റെ ഫോൾഡറിൽ 2 ഇമേജസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്ന് മഹാബലി ഇമേജ് എന്നുള്ളതും പിന്നെ ഒന്ന് മഹാബലി HD എന്നുള്ള ഇമേജ്. നമ്മൾ ഈ മഹാബലി എന്നുള്ള ഇമേജ് നമ്മൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രോപ്പർട്ടീസ് എടുക്കുക. പ്രോപ്പർട്ടീസ് എടുത്തതിന് ശേഷം നമ്മളുടെ ഇതിൽ ഡീറ്റെയിൽസ് എന്നുള്ളൊരു ടാബ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ നമുക്ക് കാണാം 1024x1024 ഡയമെൻഷൻ വരുന്നത്. അതിന്റെ പിക്സൽസ് വരുന്നത് 1024 എന്നുള്ള പിക്സൽ വരുന്ന ഹൈറ്റ്, വിഡ്ത്ത് 1024 എന്നുള്ള ഇതാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ഇമേജ് സൈസ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 233 KB ആണ് ഇതിന്റെ ഒരു ഇമേജ് സൈസ് വരുന്നത്. അപ്പൊ നമ്മൾക്ക് മിനിമം ഒരു ഇമേജ് ഇത്രയും വലിയ ഫ്ലെക്സിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും മിനിമം ഒരു 900 KB എങ്കിലും വേണം. ഇതിപ്പോ 233 KB ഇതിന്റെ ഒരു സൈസ് ഉള്ളൂ. മിനിമം നമുക്കൊരു 900 KB എബവ് ഉള്ള ഇമേജാണ് ഉപയോഗിക്കാനായിട്ട്. ഇനി ഈ ഒരു ഇമേജ് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഡയമെൻഷൻസ് വരുന്നത് 2048x2048 ആണ്. സൈസ് വരുന്നത് 950 KB ആണ്. ഓക്കെ, നമ്മൾക്ക് ഇപ്പൊ ഇതിലിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ഇമേജ് എന്തായാലും നമുക്ക് ഈ ഒരു ഫ്ലെക്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇതിനൊട്ടും തന്നെ ക്വാളിറ്റി ഇല്ല. അപ്പൊ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തോളുക. ഇനി നിങ്ങൾ ഈ ഒരു ഇത് ക്ലോസ് ചെയ്തതിനു ശേഷം ഞാൻ കാണിച്ചെന്ന ആ ഒരു HD ഇമേജ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പ്രൊജക്ട് ഫയൽസ് വരിക, ഇമേജിൽ ഞാൻ കാണിച്ചെന്ന മഹാബലി HD എന്നുള്ള ഇമേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിന്റെ ഈ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യുക. ലെയർ അൺലോക്ക് ചെയ്തതിനു ശേഷം നമ്മൾക്ക് ഇനിയും ഇത് പെൻ ടൂൾ ഉപയോഗിച്ച് ഇനിയും സെലക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും വളരെ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ, അതായത് ഫോട്ടോഷോപ്പ് 2020 അതിനെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെലക്ഷൻ ടൂൾ എടുക്കുക. ഓക്കെ, സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമ്മളുടെ മുകളിൽ കുറച്ച് ഇതേപോലെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാം. അതിൽ സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഇമേജ് ചിലപ്പോൾ ഇതേ രീതിയിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേ രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ അതിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഈ ഒരു വ്യൂ സെറ്റ് ചെയ്യുക. വ്യൂവിൽ പോയിട്ട് ഓണിയൻ സ്കിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക. ഓക്കെ, ഇത് സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിനേക്കാളും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഈ ഒരു മഹാബലിയുടെ ഒരു ഇമേജാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ ഈ ഒരു ഇമേജ് ഓട്ടോ സെലക്ട് ആകാൻ വേണ്ടിയിട്ട് സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഫോട്ടോഷോപ്പിലുള്ള ഫീച്ചർ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഒരു ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അത് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം റിഫൈൻ ഹെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ചെറിയ ഹെയർസ് വരെ നമ്മളുടെ ഫോട്ടോഷോപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ഫീച്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി സെലക്ട് ചെയ്തിരിക്കും. അതിനുശേഷം നമ്മൾക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് കാണാം നമ്മളുടെ ഈ ഒരു ഭാഗം മാത്രം, വേറെ ഫോട്ടോസിന്റെ വേറെ ഭാഗങ്ങളൊന്നും വലിയ കുഴപ്പമില്ല, നല്ല തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം മാത്രം ചെറുതായിട്ട് കട്ടായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ഈ ഫസ്റ്റ് കാണുന്ന ടൂള് സെലക്ട് ചെയ്യുക, പിക് സെലക്ഷൻ ടൂൾ എന്നാണ്. എന്നിട്ട് ആ ഒരു ഭാഗത്ത് മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് അവിടെ ഫില്ലായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് അങ്ങനെ താഴത്തേക്കും കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ എല്ലാ ഇമേജസിനും കിട്ടണമെന്നില്ല. ഇതേപോലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇമേജസിന് കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ഷൻ കിട്ടും. അല്ലാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് സെലക്ട് ചെയ്യാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വേറെ ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇതേ രീതിയിൽ ഈ കാണുന്ന റൈറ്റ് സൈഡിലെ പ്രോപ്പർട്ടീസ് പാനൽ കുറച്ച് ഡ്രാഗ് ചെയ്ത് താഴത്തേക്ക് ആക്കുക. എന്നിട്ട് ഔട്ട്പുട്ട് സെറ്റിംഗ്സ് ആക്ടിവേറ്റ് ചെയ്യുക. അതിൽ ഈ കാണുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്, അത് ആക്ടിവേറ്റ് ചെയ്യുക. അത് 100% ആണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതിൽ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷനാണ് കിടക്കുന്നുള്ളത് നോക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമ്മളുടെ ഈ ഒരു മാവില് ഇവിടെ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. പഴയ മാവില് താഴത്തുള്ള ലെയറിലും കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ മുകളിലുള്ള ലെയർ മാത്രം മതി. ഇപ്പം നമ്മളുടെ ഈ മാവില് വന്നിരിക്കുന്നത് ഒരു ലെയർ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ലെയർ മാസ്ക് എന്താണെന്നുള്ളത് നമ്മളുടെ നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചാൽ ഇതിപ്പോൾ വീഡിയോ നമ്മൾ കുറച്ചുകൂടി ലെങ്ത് ആയി പോകുന്നതായിരിക്കും. അപ്പോൾ ലെയർ മാസ്ക് എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോസ് നോക്കാം. അപ്പോൾ ഇതേ രീതിയിൽ ഇമേജ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂവ് ടൂൾ എടുക്കുക, ഡ്രാഗ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ക്യാൻവാസിലേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇമേജസിന്റെ ഗ്രൂപ്പിൽ തന്നെയാണ് വന്നതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് കൺട്രോൾ ടി എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ഈ ട്രാൻസ്ഫോം കൺട്രോളേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾ ഡ്രാഗ് ചെയ്യുക. നമ്മളുടെ ഈ ഫൈനൽ ഡിസൈനിൽ കാണുന്ന പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജിനെ ക്ലിക്ക് ചെയ്യുക, കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നീക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓപ്ഷൻ സപ്ലൈ ചെയ്യണം. ഇനി നമ്മൾ സ്പേസ് ബാർ എടുത്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രിന്റ് സൈസിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യത്തെ ഇമേജിനേക്കാളും വളരെ നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഇമേജാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ഇമേജ് പ്രിന്റിങ്ങിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 950 അല്ലെങ്കിൽ 900 KB എബോവ് ആയിരിക്കണം നമ്മൾ ഏത് ഇമേജ് ഇത്രയും വലിയൊരു ഫ്ലെക്സിൽ സെലക്ട് ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ പ്രിന്റിങ് കഴിയുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ഹോർഡിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ കുറെ പ്രിന്റിങ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിന്റെ ക്വാളിറ്റി ഒട്ടും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള വഴക്കും കാര്യങ്ങളും കേൾക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ. നമ്മളുടെ ഇമേജ് പ്ലേസ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യേണ്ട ഒരു ലോഗോ ആണ്. അതിന് പോയിട്ട് ഫയലിൽ പോവുക, പ്ലേസ് എംബഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ലോഗോ സെലക്ട് ചെയ്യാണ്ട് പ്ലേസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ലോഗോ നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോഗോ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ജസ്റ്റ് സൂം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അതൊരിക്കലും നമ്മളുടെ ഈ ഒരു സേഫ് ഏരിയയുടെ പുറത്തേക്ക് പോകരുത്. ഓക്കെ, ഏകദേശം ഇതേ രീതിയിൽ നമുക്ക് ലോഗോ പ്ലേസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പിന്നീട് ലോഗോ ഇനിയും റീഫേസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തിരിച്ച് കൺട്രോൾ ടി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇതേ രീതിയിൽ നമുക്ക് ലോഗോ റീസൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫൈനൽ ഫ്ലെക്സിലുള്ളത് ഈ ഒരു പൂക്കളത്തിന്റെ ഒരു ഇമേജ് ആണ്. അതിനു മുന്നേ തന്നെ നമുക്ക് ഈ ലോഗോ അതിന്റെ ഒരു ലേയേഴ്സിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ലോഗോ ലേയേഴ്സ് എപ്പോഴും വരേണ്ടത് ഏറ്റവും എല്ലാ ലേയേഴ്സിന്റെയും മേളിലാണ് വരേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റത്തെ ഗ്രൂപ്പ് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ആവുന്നതായിരിക്കും. എന്നിട്ട് അതിൽ നമുക്ക് ലോഗോ എന്ന് പേര് കൊടുത്തതിന് ശേഷം ഈ ഒരു ലോഗോ നമ്മൾക്ക് ഈ ഒരു ഗ്രൂപ്പിനകത്ത് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പൂക്കളമാണ് ഇതിൽ പ്ലേസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പോവുക, ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ പൂക്കളം അത് ഓപ്പൺ ചെയ്യാം. ഇപ്പൊ ഇത് പുതിയൊരു ക്യാൻവാസിൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് നേരത്തെ ചെയ്ത ട്രിക്ക് ഉപയോഗിച്ചിട്ട് തന്നെ
ചെയ്യാം. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഈ ലെയറിലെ ലോക്ക് അൺലോക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് ടൂൾ എടുക്കുക. സെലക്ട് ആൻഡ് മാസ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ ഈ വ്യൂ ഓപ്ഷൻ ഓഡിയൻസ് സ്കിൻ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിനുശേഷം സെലക്ട് സബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു പൂക്കളം സെലക്ട് ആയിട്ടുണ്ട്. കുറച്ചും കൂടി റിഫൈൻ ആയി കിട്ടാൻ വേണ്ടി നമുക്ക് റിഫൈൻ ഹെയർ എന്നുള്ള ഓപ്ഷൻ കൂടി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്തിടുക. എമൗണ്ട് 100 ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ ഒരു ഔട്ട്പുട്ട് ഓപ്ഷനും ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് എന്നുള്ള ഓപ്ഷനാണെന്ന് നോക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ഈ ഒരു പൂക്കളം പുതിയൊരു ലെയറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി അത് മൂവ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് നമ്മളുടെ ക്യാൻവാസിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് കൺട്രോൾ ടി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പൂക്കളം ഇതിന്റെ ഈ ഒരു ഷേപ്പ് ലെയറിന്റെ മേളിലായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ ഒരു ഷേപ്പ് ലെയർ വന്നിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ലെയറിലാണ്. ഈ ടെക്സ്റ്റ് ലെയറിന്റെ മേളിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പൂക്കളത്തിന്റെ ഇമേജ് കിടക്കുന്നത്. അപ്പം നേരെ നമ്മൾ ഈ ഒരു ലെയറിനെ നേരെ താഴ്ച ഇമേജ് ലെയറിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓവർലാപ്പിംഗ് മാറി കിട്ടുന്നതാണ്. കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡിസൈൻ അനുസരിച്ച് നമ്മളുടെ എലമെന്റ്സ് എല്ലാം പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിൽ ബാക്കിയുള്ളത് കളറിങ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് എല്ലാം കൊടുക്കുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ലേയേഴ്സിന്റെ ഒരു ഗ്രൂപ്പിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം നമ്മളുടെ ഈ ലെയർ പാനലിൽ താഴത്ത് കുറച്ച് ഐക്കൺസ് ഉണ്ട്. അതിൽ ഈ ഒരു ഐക്കൺ ഉണ്ട്, കണ്ടില്ലേ? ഈ ഒരു ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് കാണാൻ പറ്റും. പല പല അഡ്ജസ്റ്റ്മെന്റ് ലെയർസും സോളിഡ് ലെയറും അങ്ങനെ പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഗ്രേഡിയന്റ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഗ്രേഡിയന്റ് വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഓപ്ഷൻ ചിലപ്പോൾ ആദ്യം വന്നിട്ടുണ്ടാവുക. ഇതിന്റെ അർത്ഥം നിങ്ങൾ ഈ ഒരു താഴത്ത് വന്നിരിക്കുന്ന കളർ ബ്ലാക്കും റൈറ്റ് സൈഡിൽ കളറൊന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡിൽ ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് കളർ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ വൈറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാറ്റുക. ഈ ഒരു ഓപ്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ആരോയിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ബേസിക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാം. അതിൽ നിങ്ങൾ ഏറ്റവും അവസാനം കാണുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഗ്രേഡിന്റെ ഇപ്പൊ ബ്ലാക്ക് വന്നിട്ട് ഏറ്റവും മേളിലാണ് വൈറ്റ് വന്നിരിക്കുന്നത് അല്ലേ? നമുക്ക് അതിന്റെ ആംഗിൾ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ, അതായത് -38 അല്ലെങ്കിൽ ഈ ഒരു ആംഗിളിന്റെ ഈ ഒരു പോയിന്റ് ഇങ്ങോട്ട് വരുന്ന രീതി നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾ ഡയഗണലി ഒരു കളർ ഗ്രേഡിന് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതിന് മുന്നേ തന്നെ ഗ്രേഡിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടോ അതിൽ കൂടുതലുള്ള കളേഴ്സ് ഉപയോഗിക്കുന്ന ആ ഒരു ഫോർമാറ്റിനാണ് നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ മാറ്റിയിട്ട് ഈ ഒരു ഇതിൽ വന്നിരിക്കുന്നത് ഈ സൈഡിൽ പ്യുവർ യെല്ലോയും വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് യെല്ലോ അല്ലെങ്കിൽ ലെമൺ യെല്ലോ എന്നുള്ളൊരു കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴത്ത് രണ്ട് ഐക്കൺസ് കാണാം. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഈ ബ്ലാക്കിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക. ബ്ലാക്ക് കളർ ആദ്യം ക്ലിക്ക് ചെയ്യുക. നമ്മൾ അതിൽ ഏതാണ് യൂസ് ചെയ്യുന്ന കളർ എന്നുള്ള ആ ഒരു കളർ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ യെല്ലോ കളറിന്റെ അത് അവിടെ വന്നിട്ട് യെല്ലോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു കളർ ഇവിടെ സെലക്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ ക്യാൻവാസിന് ആ ഒരു കളർ മാറിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മളുടെ റൈറ്റ് സൈഡിൽ വൈറ്റ് കളർ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതേ രീതിയിൽ ഈ വൈറ്റ് കളറിലെ ഈ ഒരു നോബ് സെറ്റ് ചെയ്യുക. ശേഷം കളർ ഓപ്ഷനിൽ വന്നിട്ട് നമ്മൾ ആ ഒരു
പ്യുവർ ഓറഞ്ചിലേക്ക് പോകണ്ട. ഈ ഇത്രയും ലെവൽ ഒരു ജസ്റ്റ് ലെമൺ യെല്ലോ കിട്ടുന്ന രീതിയിൽ പോയിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ വരുന്ന കളറും മാറിയതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ഗ്രേഡിയന്റ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗ്രേഡിയന്റ് ലെയർ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ടെക്സ്റ്റിന്റെ കളർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഉത്സവമാക്കാനുള്ള ഫോണ്ടിന്റെ കളർ റെഡ് ആണ് വേണ്ടത്. അതിനുവേണ്ടി ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്യുക. ആ ഒരു ലൈൻ ഓഫ് ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. മുകളിൽ ഫോണ്ട് പ്രോപ്പർട്ടീസ് പാനൽ വന്നതിന് ശേഷം കളർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് റെഡ് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് അതിൽ അടുത്ത ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു 20% എന്നുള്ളതിനാണ് റെഡ് കളർ വന്നിരിക്കുന്നത്. അതിനും അതേ രീതിയിൽ തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക. കളറിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കളർ സെലക്ട് ചെയ്യുന്ന പകരം ഈ സെയിം റെഡ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ടെക്സ്റ്റിൽ സെലക്ട് ചെയ്താൽ മതിയാവും. ഓക്കെ. ഇതേ രീതിയിൽ നമ്മൾക്ക് സൂം ചെയ്തതിന് ശേഷം ഈ ഒരു ടെക്സ്റ്റിൽ വന്നിട്ട് കളർ പിക്കർ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും സെയിം റെഡ് കളർ തന്നെ ഈ ഒരു 20% എന്നുള്ള ഫോണ്ടിനും അപ്ലൈ ആവുന്നത് കാണാൻ പറ്റും. നമുക്ക് വേണ്ടത് ഈ ഒരു ഓണം ഓഫർ എന്നുള്ള ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ഇവിടെയും കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ലെയർ മാത്രം സെലക്ട് ചെയ്യുക. ഓണം ഓഫർ എന്നുള്ള ടെക്സ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ലെയറിന്റെ മുകളിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ബ്ലെൻഡിങ് ഓപ്ഷൻസ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഇത് നമ്മളുടെ ഈ ഒരു ഓണം ഓഫർ എന്നുള്ള ടെക്സ്റ്റിന്റെ അപ്പിയറൻസ് മാറ്റാനുള്ള പല പല ഓപ്ഷൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ അതിന് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ഈ ഗ്രേഡിയന്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു സിംഗിൾ കളറേ ഉള്ളത്. മുകളിൽ റെഡ് കളറും താഴത്ത് ഓറഞ്ച് കളറുമാണ് വന്നേക്കുന്നത്. അപ്പൊ അതൊരു ഗ്രേഡിയന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അതിൽ വന്നിട്ട് ഗ്രേഡിയന്റ് ഓവർലേ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പൊ അതിൽ ചിലപ്പോൾ വേറൊരു കളറായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. ഗ്രേഡിയന്റ് ഓവർലേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു ഗ്രേഡിയന്റിന്റെ ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ വൈറ്റ് കളർ മാറ്റിയിട്ട് പ്യുവർ റെഡ് കളർ കൊടുക്കാം. ഓക്കെ. ഇനി റൈറ്റ് സൈഡിൽ വൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇമേജ് വന്നതിന് ശേഷം നമുക്ക് അതിനൊരു ഓറഞ്ച് കളറും കൊടുക്കാം. ഓക്കെ. ഇപ്പൊ നമ്മളുടെ കളർ മാറുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ ഒരു ഫൈനൽ ഫ്ലെക്സിൽ മുകളിൽ റെഡും താഴത്ത് ഓറഞ്ച് വന്നേക്കണം. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ആംഗിളിൽ ഇതേപോലെ മോഡിഫൈ ചെയ്താൽ മതി. പതിയെ പതിയെ നേരെ താഴത്തേക്ക് വരുവാണെങ്കിൽ മേളിൽ റെഡും താഴത്ത് ഓറഞ്ചും വരും. ഓക്കെ. ഇനി നമ്മൾ തിരിച്ച് നമ്മളുടെ ഫൈനൽ ഡിസൈനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റും ഒരു വൈറ്റ് സ്ട്രോക്കും ഒരു ഷാഡോയും പിന്നെ 3D എംബോസും കാണാം. നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു വൈറ്റ് സ്ട്രോക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്ട്രോക്ക് ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ. ഇപ്പൊ വൈറ്റ് സ്ട്രോക്കിന്റെ സൈസ് ആണ് കാണിക്കുന്നത് 1 പിക്സൽ എന്നുള്ളത്. ഒരിക്കലും 1 പിക്സൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതിൽ കാണാൻ സാധിക്കില്ല, കാരണം വലിയ ഫ്ലെക്സ് ആണ്. അപ്പൊ നമ്മൾ മിനിമം ഒരു 20 അല്ലെങ്കിൽ ഒരു 15 കൊടുക്കാം. ഓക്കെ. അതിനുശേഷം ഈ പൊസിഷൻ ഔട്ട്സൈഡ് ഇൻസൈഡ് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കത് ഏതാണോ ഉചിതമായിട്ട് വന്നത് അത് കൊടുക്കുക. ഒരിക്കലും ഇൻസൈഡ് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഒന്നെങ്കിൽ ഔട്ട്സൈഡ് കൊടുക്കാം, അതല്ലെങ്കിൽ സെന്റർ കൊടുക്കാം. ഓക്കെ. ഞാനിവിടെ കൊടുക്കുന്നത് ഔട്ട്സൈഡ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഒപ്പാസിറ്റി 100 തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. നമുക്ക് വേണ്ടത് ഡ്രോപ്പ് ഷാഡോ വേണ്ടത്. അതിനൊരു ഡ്രോപ്പ് ഷാഡോ ആക്ടിവേറ്റ് ചെയ്യുക. അതിനുശേഷം ഈ മൾട്ടിപ്ലൈ എന്നുള്ളത് മൾട്ടിപ്ലൈ ആയിട്ട് തന്നെ കിടന്നോട്ടെ. ഒപ്പാസിറ്റി നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം. ഇനി ആ ഷാഡോ എഫക്റ്റ് ബാക്കിൽ കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഡിസ്റ്റൻസ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യാം.
ഓക്കെ, നമ്മൾ ഷാഡോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഷാഡോയുടെ ആംഗിൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാരാമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു ആംഗിൾ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു 3D എഫക്റ്റ് ആണ്. അതിന് വേണ്ടി ബെവൽ ആൻഡ് എംബോസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഈ ഡെപ്ത് നമ്മൾ കൂട്ടി കൊടുക്കുന്നതനുസരിച്ച് അതിന്റെ ടെക്സ്റ്റിന്റെ ഡെപ്ത് അവിടെ മാറുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, നമുക്ക് ഈ ഡ്രോപ്പ് ഷാഡോ ഡിസ്റ്റൻസ് അത്രയും വേണ്ട, ഡിസ്റ്റൻസ് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ആ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ ഇതേ രീതിയിൽ കാണുന്ന പോലെ തന്നെ അപ്ലൈ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഫൈനലിസ്റ്റിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഓണം ഓഫർ എന്നുള്ള ഒരു ഫോണിന്റെ വെയിറ്റേജ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പൊ നമുക്ക് ആ വെയിറ്റേജ് ഒന്ന് മാറ്റി കൊടുക്കാം. അതിന് വേണ്ടി ഓണം ഓഫർ എന്നുള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ബോൾഡ് എന്നുള്ളത് മാറ്റിയിട്ട് എക്സ്ട്രാ ബോൾഡ് ആക്കുക. ശേഷം ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾക്ക് വേണ്ടത് ഇതിന്റെ രണ്ട് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ടെക്സ്റ്റിന്റെയും ഒരു സെപ്പറേഷൻ കാണാം, ഒരു റെഡ് ലൈൻ. അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഫസ്റ്റ് തന്നെ നമ്മളുടെ ടൂൾ ബാറിൽ പോയിട്ട് ഈ ഷേപ്പ് ലെയറിൽ ലൈൻ ടൂൾ സെലക്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിന്റെ ഫില്ല് നൺ കൊടുക്കുക. അതിന്റെ സ്ട്രോക്ക് റെഡ് കളർ കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് നമ്മൾ മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. വിട്ട് നമ്മളുടെ ആ ഒരു ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ലൈൻ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു 20 പിക്സൽ കൊടുക്കുക. ഇപ്പൊ നമ്മളുടെ ആ ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ലൈൻസിന്റെ ഈ കോർണർ, ടോപ്പ് കോർണറും ബോട്ടം കോർണറും ജസ്റ്റ് ഇതിന്റെ റേഡിയസ് ഒന്ന് റൗണ്ടഡ് കോർണേഴ്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രോപ്പർട്ടീസ് പാനലിൽ വരാം. അത് നമുക്ക് വരുമ്പോഴത്തേക്ക് ഇതേപോലെ രണ്ട് ഓപ്ഷൻസ് കാണാം. അത് രണ്ടും ഈ റൗണ്ടഡ് കോർണേഴ്സ് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഈ ഒരു ലൈനിന്റെ കോർണർ റൗണ്ടഡ് ആയി മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ടെക്സ്റ്റ് കുറച്ചുകൂടി അടുത്തായിട്ട് വന്നിരിക്കുന്നത് കാണാം. നമുക്ക് ഈ ലൈൻ ഒന്ന് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ഈ ടെക്സ്റ്റ് ലെയറിൽ പോയിട്ട് റൈറ്റ് സൈഡ് ടെക്സ്റ്റും കുറച്ചൊന്ന് ഇതേ രീതിയിൽ റൈറ്റ് സൈഡിലേക്ക് നീക്കാവുന്നതാണ്. നിങ്ങളൊരു ഡിസൈൻ ഫൈനൽ ചെയ്യുമ്പോൾ നോക്കുക എന്തൊക്കെ ബാക്കി അഡ്ജസ്റ്റ്മെന്റും അലൈൻമെന്റ്സും മാറ്റാനുണ്ട്. അത് ഇതേ രീതിയിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഫ്ലെക്സിന്റെ ഡിസൈനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇതിന്റെ പ്രിവ്യൂ എങ്ങനെയാണ് എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ പ്രിവ്യൂ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോവുക. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം സേവ് ഫോർ വെബ്, അതിന്റെ ഷോർട്ട് കട്ടാണ് ഓൾട്ട് ഷിഫ്റ്റ് കൺട്രോൾ എസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിച്ചും എക്സ്പോർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ പ്രീസെറ്റ് JPG ഹൈ എന്നുള്ളത് തന്നെ കൊടുക്കുക. താഴെയുള്ള ഓപ്ഷൻ JPG തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം സേവ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളുടെ പ്രൊജക്ട് ഫോൾഡറിൽ ന്യൂ ഫോൾഡറിൽ പ്രിവ്യൂ എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫയൽ നെയിം ജസ്റ്റ് പ്രിവ്യൂ എന്ന് കൊടുത്തേക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആ ഒരു പ്രിവ്യൂ ഇവിടെ ഈ പ്രൊജക്ട് ഫോൾഡറിൽ റിവ്യൂസിന്റെ ഫോൾഡറിൽ റിവ്യൂ വന്നിട്ടുണ്ട്. അതപ്പോൾ ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണെന്നൊക്കെ ഉള്ളത് നോക്കാം. അതിനുശേഷം നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ മോക്കപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മോക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ പോയിട്ട് ഓപ്പൺ കൊടുക്കുക.
ഇമേജസ് ഫോൾഡറിൽ നിന്ന് നമ്മളുടെ ഈ മോക്കപ്പ് ഇമേജ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു മോക്കപ്പ് ഇമേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ചെയ്ത പോലെയല്ല, നമ്മൾ ഇതിൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടായിരിക്കും നമ്മൾ ഇതിലേക്ക് മോക്കപ്പ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. അതിനായിട്ട് നമ്മളുടെ ആ ഒരു പ്രിവ്യൂ ആയിട്ട് സേവ് ചെയ്ത JPG ഓപ്പൺ ചെയ്യാം. കൺട്രോൾ ഓപ്പൺ കൊടുക്കുക. കൺട്രോൾ O ആണ് അതിന്റെ ഷോർട്ട് കട്ട്. ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ O ആണ്. ശേഷം പ്രിവ്യൂവിൽ പോവുക. നമ്മളുടെ ഈ ഒരു ബാനർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പുതിയൊരു ക്യാൻവാസിൽ ഈ ഒരു ബാനർ വന്നിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ ക്യാൻവാസിൽ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന മോക്കപ്പ് ഇമേജും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഇതിൽ പോയിട്ട് സെലക്റ്റിൽ പോയിട്ട് സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾ അത് കൺട്രോൾ ചെയ്യാണ് ഷോർട്ട് കട്ട്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ക്യാൻവാസ് ഫുള്ള് ഒരു സെലക്ഷൻ വരും. അതിനുശേഷം കൺട്രോൾ-C എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോപ്പി ചെയ്യുക. തിരിച്ച് നമ്മളുടെ ഈ ഒരു മോക്കപ്പ് ഇമേജിൻ്റെ ഇതിൽ വരിക. ഈ ഒരു ലെയർ അൺലോക്ക് ചെയ്യുക. അതിനുശേഷം ഫിൽറ്ററിൽ പോവുക. ഫിൽറ്ററിൽ പോയതിനു ശേഷം വാനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതേപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മൾ സൂം ഇൻ ചെയ്യുക. Ctrl+ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് സൂം ഇൻ ചെയ്യുക. ശേഷം സ്പേസ് ബാർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് അനുസരിച്ച് ഹാൻഡ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ഇവിടെ നിന്നിട്ടും ഈ ഒരു ഹാൻഡ് ടൂൾ എടുത്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നല്ലപോലെ സൂം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു കോർണർ സെലക്ട് ചെയ്യുക. കുറച്ച് ബ്ലാക്കിലേക്ക് കയറിയിരുന്നാലും കുഴപ്പമില്ല. നേരെ താഴത്ത് വന്നിട്ട് ഈ ഒരു കോർണർ സെലക്ട് ചെയ്യുക. അതേപോലെ നമ്മളുടെ റൈറ്റ് സൈഡിലെ കോർണറും സെലക്ട് ചെയ്യുക. നമ്മളുടെ ടോപ്പ് കോർണർ സെലക്ട് ചെയ്യുക. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളുടെ ഇത്രയും ഏരിയ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ Ctrl+V എന്നുള്ള നമ്മൾ നേരത്തെ ഓൾറെഡി നമ്മളുടെ റൈറ്റ് സൈഡിലുള്ള ക്യാൻവാസിൽ നിന്ന് നമ്മൾ ആ ഒരു ബാനർ കോപ്പി ചെയ്തായിരുന്നു. ഇനി അത് നമുക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി Ctrl+V എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ ഫ്ലെക്സ് പേസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതേ രീതിയിൽ നിങ്ങളുടെ ആ ഒരു ബാനർ ഇതിൻ്റെ അകത്ത് വരും. നമുക്ക് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി Ctrl+T എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ശേഷം ഓരോ മൂലക്കും നല്ല രീതിയിൽ ചെറുതാക്കുക. നമുക്ക് 4 കോർണേഴ്സും കാണുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഓരോ കോർണറിൽ നിന്നും ചെറുതാക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചളങ്ങിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് ലാസ്റ്റ് കറക്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ കോർണർ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ലെഫ്റ്റ് സൈഡ് ബോട്ടമിൽ വരുന്ന ഈ കോർണറും കറക്റ്റ് ചെയ്യുക. ഓക്കെ, സൂം ചെയ്ത് നോക്കാം. അതായത് വേറെ എവിടെയും നമ്മളുടെ ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നില്ലെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ഈ ഒരു എഡ്ജിൽ വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ബാനർ നല്ല രീതിയിൽ തന്നെ ഈ ഒരു മോക്കപ്പിൽ സെറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ മോക്കപ്പ് റെഡി ആയിട്ടുണ്ട്. കാരണം ഇതിൽ ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് ഇതിന് JPG മോഡിൽ സേവ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഷോർട്ട് ക്ലിക്കാണ് ഉപയോഗിക്കുന്നത്. Ctrl+Shift+Alt+S. ഈ ഓപ്ഷൻസ് ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്കിവിടെ Ctrl- എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും കഴിയും. സേവ് കൊടുക്കുക. പ്രിവ്യൂ എന്നുള്ള രീതിയിൽ പ്രിവ്യൂ മോക്കപ്പ് എന്ന് സേവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആ ഒരു സേവ് ചെയ്തിട്ടുള്ള ഫയല് ഇവിടെ മോക്കപ്പായിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മളുടെ ആ ഒരു ഫയല് ഇവിടെ മോക്കപ്പായിട്ട് വന്നിട്ടുണ്ട്. സോ ഇനി വൺസ് നമ്മളുടെ ഈ ഒരു മോക്കപ്പിനും പ്രിവ്യൂവിനും ക്ലയൻറ്റ് അപ്രൂവൽ വന്നതിന് ശേഷം നമ്മളിത് പ്രിന്റിങ്ങിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒറിജിനൽ ഫയൽ ഓപ്പൺ ചെയ്യുക ഫോട്ടോഷോപ്പിൽ. എന്നിട്ട് ഫയലിൽ പോയിട്ട്
സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എക്സ്പോർട്ടിൽ സേവ് ഫോർ വെബ് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കരുത്. കാരണം അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇമേജ് കുറച്ചുകൂടി ക്വാളിറ്റി കുറവായിട്ടായിരിക്കും എക്സ്പോർട്ട് ആവുക. അപ്പോൾ അതിന് പകരം സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. പക്ഷേ നമ്മളുടെ പ്രൊജക്ട് ഫോൾഡറിൽ ഒരു പ്രിന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളുടെ ആ പ്രിന്റ് എന്നുള്ള ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫയൽ നെയിം കൊടുക്കാം. മഞ്ചാടി ബുക്സ് 8x3 ഫീറ്റ് ബാനർ. അതിനുശേഷം ഫയൽ ടൈപ്പ് PST എന്ന് മാറ്റിയിട്ട് ടിഫ് ആക്കുക. ലെയേഴ്സ് ഇവിടെ ഓപ്പൺ ആക്കി കിടക്കുന്നത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളുടെ പ്രിന്റ് ഫയൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിന്റ് ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്നത്തെ ട്യൂട്ടോറിയൽ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഞാൻ ചെയ്ത വീഡിയോടൊപ്പം തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക. അതേപോലെ നിങ്ങൾക്ക് നമ്മളുടെ നെക്സ്റ്റ് ട്യൂട്ടോറിയലായിട്ടുള്ള എപ്പിസോഡ് 3ൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാനർ ഡിസൈനിങ്ങാണ് പഠിപ്പിക്കുന്നത്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആയിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ അതേവരെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുറച്ച് ടാസ്കുകൾ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ കാണുന്ന ഡിസൈൻസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ നോക്കുക. അതേപോലെ നിങ്ങളുടെ ഡിസൈൻ ആസ്പിറൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.